വയനാട് പണിമുടക്കും പൂർണ്ണം. കൽപ്പറ്റയിൽ സമരക്കാർ വാഹനങ്ങൾ തടയുന്നു. ബത്തേരിയിൽ UDTF-ന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ കുറച്ചുനേരം തടഞ്ഞിട്ട ശേഷം കടത്തിവിട്ടു. ബംഗളൂരുവിൽ നിന്നെത്തിയ 3 ദീർഘദൂര KSRTC ബസ്സുകൾ ഇപ്പോൾ കടത്തിവിട്ടിട്ടുണ്ട്. ദീപക് മോഹൻ സ്ഥലത്തു നിന്നും ചേരുന്നു. ദീപക് മോഹൻ, ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുന്നില്ല, മറ്റ് സ്വിഫ്റ്റ് ബസ്സുകൾ തടഞ്ഞിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു ലോറിയും കിടപ്പുണ്ട്. എന്താണ് കാഴ്ചകൾ? അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റയിലാണ്. ദീർഘദൂര ബസ്സുകളൊക്കെ കടത്തിവിടുന്നുണ്ട്. അതോടൊപ്പം ശബരിമല അവശ്യ സർവീസുകൾ തുടങ്ങിയ ബസ്സുകളൊക്കെ തന്നെ സമരക്കാർ കടത്തിവിടുന്നുണ്ട്. നേരത്തെ സുൽത്താൻ ബത്തേരിയിലും മാനന്തവാടിയിലും സമരം നടത്തുന്ന ആളുകൾ, സമരാനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ വലിയ ചരക്ക് ലോറികളൊക്കെ തടഞ്ഞിട്ട് 10 മിനിറ്റ് തടഞ്ഞതിന് ശേഷം ഇവർ ഇവിടുന്ന് കടത്തിവിടുന്നുണ്ട്. ഒരു ഭാഗത്ത് INTUC-യുടെ പ്രവർത്തകരും മറ്റൊരു ഭാഗത്ത് AITC-യുടെയും CIT-യുടെയും ഒക്കെ പ്രവർത്തകർ ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. ബസ്സുകൾ, അതായത് ദീർഘദൂര ബസ്സുകൾ, ബംഗളൂരുവിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് വരുന്ന ബസ്സുകളൊക്കെ തടഞ്ഞിട്ട് തടയാതെ തന്നെ കടത്തിവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ ദീർഘദൂര ബസ്സുകൾ 3 ബസ്സുകൾ കടന്നു പോയിരുന്നു. ആ വാഹനങ്ങളൊന്നും തന്നെ സമരക്കാർ തടഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് കൽപ്പറ്റ നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ചില വാഹനങ്ങളൊക്കെ ആളുകൾ തടഞ്ഞ് അതിനുശേഷം കടത്തിവിടുന്ന ഒരു സാഹചര്യമുണ്ട്. കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടഞ്ഞു സംസാരിക്കുന്നതിന്റെ ശബ്ദം കേൾപ്പിക്കാം. ചെറിയ ഗുഡ്സ് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഗുഡ്സ് വാഹനങ്ങളും ഇവിടെ AITC പ്രവർത്തകർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരെന്താണ് പറയുന്നത്? അതിനുശേഷം അത് കടന്നു പോകാൻ അനുവദിക്കുന്നത്. എങ്ങോട്ടാ പോകുന്നത് ചേട്ടാ? ഇപ്പോൾ മാർച്ചൊക്കെ തുടങ്ങുമ്പോൾ ഇതായിരിക്കില്ല, പൂർണ്ണമായും തടയുമെന്നാണ് പ്രവർത്തകർ. പോലീസ് തൊഴിലാളികൾക്ക് ചെയ്യണ സമരം കേരളത്തിലുള്ള ടാക്സി വണ്ടികൾ പ്രത്യേകിച്ച് ഓടാന്ന് പറഞ്ഞാൽ അത് യൂണിയനുകൾക്ക് മോശമല്ല. എന്താ സ്ഥിതി ഇവിടെ? കേരളത്തിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ അവഗണന ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സമരത്തിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ പിന്തുണ അർപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഈ പ്രതിസന്ധി ഏത് തരത്തിൽ നേരിടുന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എല്ലാവരും ഹർത്താലിനായിട്ട് സഹകരിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കാനുള്ളത്. കാരണം ജനങ്ങൾ അത്രയും ദുരിതത്തിലാണ്. സ്വകാര്യ മേഖലകൾ, കോർപ്പറേറ്റുകൾ കൈയെടുത്ത് മുതലാക്കുക എന്നുള്ള ഒരൊറ്റ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതൊന്നും മാറ്റി തിരുത്തണം, അതാണ് നമ്മളെ ലക്ഷ്യം. AITC ശക്തമായിട്ട് ഇടപെടുന്നതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിലും പെട്രോളിനാണെന്നുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിന് ഒരാനുകൂല്യങ്ങളും വിട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ വളരെ ശക്തമായിട്ട്. അരുൺകുമാർ, അത് തന്നെയാണ് അവർ പറയുന്നത്. സമരവുമായി അനുകൂലിക്കുന്ന ആളുകൾ ഇവിടെ വാഹനങ്ങൾ തടയുന്നുണ്ട്. സ്ഥിരമായി ഇത്തരത്തിലുള്ള പണിമുടക്കൊക്കെ ഉണ്ടാകുമ്പോൾ വരുന്നൊരു കാക്കയാണ്. എന്താ പറയുന്നത്? വണ്ടിയൊക്കെ തടയാണോ? തടയല്ലേ? എന്താ പറയാനുള്ളത്? പറയുന്നത് ഹർത്താല് പണിമുടക്ക് കംപ്ലീറ്റ് ആണ്. പ്രൈവറ്റ് വണ്ടികൾ, അങ്ങനെയുള്ള എമർജൻസി വണ്ടികളൊക്കെ വിടുകയുള്ളൂ. എല്ലാവരും സഹകരിക്കണം. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സമരമായത്, അതിനു വേണ്ടിയിട്ടുള്ള ബന്ധം. അപ്പോൾ അതിനകത്ത് വിട്ടുവീഴ്ചകൾ യാതൊന്നുമില്ല. അവശ്യ സർവീസുകൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ചരക്ക് ലോറികൾ പോലുള്ള വാഹനങ്ങളൊക്കെ വരുമ്പോൾ 10 മിനിറ്റോളം തടഞ്ഞതിന് ശേഷം കടത്തിവിടുന്നു. മാനന്തവാടിയിൽ നേരത്തെ, അതായത് കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ രാവിലെ CITU പ്രവർത്തകർ തടഞ്ഞിട്ടിരുന്നു. പക്ഷേ പിന്നീട് അത് കടത്തിവിടുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി കോഴിക്കോട് ഭാഗത്ത് നിന്ന് ചരക്ക് ലോറി KL 73 ബത്തേരി രജിസ്ട്രേഷനാണ്, വയനാട്ടിലേക്ക് വരുന്ന വാഹനമാണ്, ലോഡുള്ള വാഹനമാണ്. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് എത്തി പറഞ്ഞു. ഇന്നലെ പ്രഖ്യാപിച്ച ബന്ദിനെ അയാൾ എന്ത്
ചേട്ടാ എവിടുന്ന് വരുന്നേ? ചേട്ടാ എവിടുന്ന് ഇന്നിപ്പോ പണിമുടക്കല്ലേ? അപ്പൊ എന്താ അവര് പറഞ്ഞത്? അല്ല, അവരൊന്ന് തെറി പറഞ്ഞ് ഞാനെന്തിനാ അവരെ തെറി കേൾക്കുന്നത്? അവര് കൈ കാണിച്ചാൽ നിർത്തിയല്ലേ വണ്ടി, കൈ കാണിച്ചാൽ നിർത്തിയല്ലേ. പിന്നെ വന്ന് തെറി പറയാൻ അവരാരാണ്? തെറി പറയാൻ എന്നെ തെറി പറയാൻ അവരാരാണ്? ഞാൻ അവരൊന്നും പറഞ്ഞില്ലല്ലോ. തൊഴിലാളിന് തെറി പറയാൻ പറ്റോ? തൊഴിലാളിന് തെറി പറയാൻ പറ്റോ? അല്ല, തൊഴിലാളിന് തെറി പറയാൻ പറ്റോ? ചേട്ടാ, പണിമുടക്കാണെങ്കിൽ നിങ്ങൾ കൈ കാണിച്ച് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് വണ്ടി. അതിന് വന്ന് തെറി പറയാ, അതാ മര്യാദ? നിങ്ങൾ പഠിച്ച മര്യാദ അതാ? അല്ല, നിങ്ങൾ പഠിച്ച മര്യാദ അതാ? ഇയാള് മര്യാദ കാണിച്ചാണോ? കൈ കാണിച്ച് നിർത്തിയില്ലേ? മര്യാദ കാണിച്ചത് ഞാൻ നിർത്തിയ വണ്ടി നിങ്ങൾ കാണിച്ചാണോ മര്യാദ? അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹനം ഇവർ തടഞ്ഞു. തുടർന്ന് ഡ്രൈവർ സേലത്ത് നിന്ന് സിമന്റുമായി വരുന്ന വാഹനമാണ്. ഇന്നലെ രാത്രിയോടുകൂടി അവിടെ നിന്ന് സേലത്ത് നിന്ന് പുറപ്പെട്ടിപ്പോ ഇന്നിപ്പോ ബത്തേരിയിലേക്ക് ലോഡ് കൊണ്ടുവരുന്ന വാഹനമാണ് തടഞ്ഞത്. ഈ സമരം അനുകൂലികൾ അവർ തെറി പറഞ്ഞു എന്നാണ് ഡ്രൈവർ പറയുന്നത്. ഇപ്പോൾ ആ വാഹനം തടഞ്ഞിട്ടിരിക്കുകയാണ്. പോലീസ് ഇടപെട്ട് അവിടെ നിന്നുള്ള ആളുകളെ മാറ്റി. പക്ഷേ ഡ്രൈവർ വഴങ്ങുന്നില്ല. അദ്ദേഹം വാഹനത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സമരാനുകൂലികൾ ഈ വാഹനത്തിന് മുൻപിൽ തടഞ്ഞു നിന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അരുൺ, ഓക്കെ, കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു, കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. ആ വണ്ടി ഇപ്പോൾ കടത്തി വിടുവോ ഇല്ലയോ? സിമന്റ് ആയതുകൊണ്ട് പിന്നെ ചീഞ്ഞു പോകൂല. സുരേഷേട്ട കടത്തിവിടില്ലേ? കടത്തിവിടില്ല. ഇത് തൊഴിലാളി പണിമുടക്ക. ഇയാൾ തൊഴിലാളിയാണ്, ഇയാൾ ലംഘിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇയാളൊരു തെറ്റായ രീതിയിലിരിക്കുന്നു. ഇന്ന് അഖിലേന്ത്യാ പണിമുടക്കാണ്. എല്ലാ സർവേ തൊഴിലാളി യൂണിയൻ എഴുതിയിട്ടുണ്ട്. അയാളിന്ന് മനഃപൂർവ്വം ലംഘിച്ചു വന്നിരിക്കുകയാണ്. ഇത് ബത്തേരി രജിസ്ട്രേഷൻ വണ്ടിയാണ് സുരേഷേട്ട. സേലത്ത് നിന്ന് സിമന്റുമായി വന്ന വണ്ടിയാണ്. അപ്പൊ അയാൾ പറയുന്നത് നിങ്ങൾ തെറി പറഞ്ഞു. എത്രയോ ദിവസം മുമ്പ് ഇത് പരസ്യപ്പെടുത്തിയതാണ്. ഈ പണിമുടക്ക് എന്നോ ആഹ്വാനം ചെയ്താ, ദിവസം മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ആഹ്വാനം ചെയ്താ. ആ പണിമുടക്കിനെ ലംഘിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് തെറ്റായ കാര്യം ചെയ്തിരിക്കുന്നത്. തൊഴിലാളി പ്രസ്ഥാനങ്ങളെല്ലാം പണിമുടക്കിയാണുള്ളത്. അത് ചെയ്തിരിക്കുന്നു. കടത്തിവിടില്ല. ഇല്ല, വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അരുൺ, ഇപ്പോൾ ആ വാഹനത്തിന് മുൻപിൽ നിന്ന് ഇവർ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അരുൺകുമാർ, ഓക്കെ, അപ്പോൾ കൽപ്പറ്റയിൽ വാഹനം തടഞ്ഞിരിക്കുന്നു. സിമന്റുമായി വന്ന ലോറി തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ മാന്യമായിട്ടൊക്കെ സമരക്കാരുടെ പെരുമാറിയിരുന്നെങ്കിൽ കാര്യങ്ങൾ പോയാൽ. ഇടയ്ക്ക് വന്ന് ഈ സമരക്കാർ അവർ ഈ സമരക്കാർക്ക് വേണ്ടി, സ്വകാര്യ ലാഭത്തിന് വേണ്ടി അല്ലല്ലോ അവർ ഈ സമരം ചെയ്യുന്നത്. ആ സമരം ചെയ്യുന്നത് മുഴുവൻ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള സമരം ചെയ്യലാണ്. രാവിലെ ഇറങ്ങി ഈ തൊഴിലാളി സമരം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവർ കൊള്ളയും മോഷണമൊന്നും അല്ലല്ലോ നടത്തുന്നത്. സമരം ചെയ്യാൻ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അവശ്യ സർവീസ് ആണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ കടത്തിവിടും. 2-3 വാഹനങ്ങൾ കടത്തിവിട്ടു. അതിനിടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടേ ആരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യം, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്. സമരം ചെയ്യുന്ന മനുഷ്യർ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സമരത്തിന് അതിന് പിന്നിലൊരു രാഷ്ട്രീയ യുക്തിയുണ്ട്. ആ യുക്തിയാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ നടക്കട്ടെ, സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്നുകൂടി സമരസമിതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യ യാത്രകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കണ്ട. അതല്ലാതെ അനാവശ്യ യാത്രകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. സമരത്തെ പൊളിക്കാൻ വേണ്ടി ഞാനെന്നാ വണ്ടി എടുത്തൊന്ന് പുറത്തു വിട്ടു വരാം എന്ന മനോഭാവമുള്ള ചില ആളുകൾ ഉണ്ടാവും ഈ കൂട്ടത്തിൽ.